നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾ കാത്തിരുന്ന ആ പ്രഖ്യാപനം എത്തി. UAE ഇതാ ആ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു. ഇന്നു മുതൽ ഇത് തുടങ്ങുകയാണ്. കഴിഞ്ഞ വർഷം മാർച്ചിൽ UAE പ്രഖ്യാപിച്ച റിമോട്ട് വർക്ക് വിസയ്ക്ക് ഇന്ന്, അതായത് സെപ്റ്റംബർ 5 മുതൽ അപേക്ഷിച്ചു തുടങ്ങാം. UAEയിൽ താമസിച്ച് മറ്റു രാജ്യത്തെ കമ്പനികൾക്ക് വേണ്ടി തൊഴിൽ ചെയ്യാൻ അവസരമൊരുക്കുന്നതാണ് ഈ റിമോട്ട് വർക്ക് വിസ എന്നത്. ഒരു വർഷത്തേക്കായിരിക്കും റിമോട്ട് വർക്ക് വിസ നിങ്ങൾക്ക് ലഭിക്കുക. അടുത്ത ഒരു വർഷത്തെ കൂടി കാലാവധി നീട്ടുകയും ചെയ്യാം. മറ്റൊരു സ്പോൺസറുടെ ആവശ്യമില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. സ്വന്തം സ്പോൺസർഷിപ്പിൽ വിസ ലഭിക്കും. എന്നാൽ റിമോട്ട് വർക്ക് വിസയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ തന്നെ വിദേശത്ത് ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നതിനുള്ള തെളിവ് സമർപ്പിക്കേണ്ടതാണ്. നിലവിലെ തൊഴിലുടമയുമായുള്ള ഒരു വർഷത്തെ തൊഴിൽ കരാറിന്റെ രേഖയാണ് സമർപ്പിക്കേണ്ടത്. മാസത്തിൽ ചുരുങ്ങിയത് $5000 അഥവാ 18,250 ദിർഹം ശമ്പളവും ഉണ്ടായിരിക്കണം. ഇത് തെളിയിക്കുന്നതിന് അവസാനത്തെ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും അവസാനത്തെ 1 മാസത്തെ സാലറി സ്ലിപ്പും കാണിച്ചിരിക്കണം. കമ്പനി ഉടമയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ തന്നെ കമ്പനി ഉടമസ്ഥാവകാശം $5000 മാസവരുമാനം കാണിക്കുന്ന രേഖകൾ കയ്യിൽ കരുതണം. കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിന്റെ 3 മാസത്തെ സ്റ്റേറ്റ്മെന്റ് തെളിവായി ഹാജരാക്കുകയും ചെയ്യണം. ഇതിനു പുറമെ 6 മാസം കാലാവധിയുള്ള പാസ്പോർട്ട്, UAEയിലെ മെഡിക്കൽ ചെലവുകൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയും ആവശ്യമായി വരുന്നുണ്ട്. ഇങ്ങനെ റിമോട്ട് വർക്ക് പെർമിറ്റ് ലഭിക്കുന്നവർക്ക് കുടുംബത്തെ സ്പോൺസർ ചെയ്യാനാകുമെന്നതാണ് മറ്റൊരു സവിശേഷത എന്നത്. റിമോട്ട് വിസയുടെ കാലാവധിക്ക് തുല്യമായ സമയത്തേക്കായിരിക്കും ഫാമിലിക്ക് റെസിഡന്റ് വിസ ലഭിക്കുക. ദുബായ് ഒഴികെയുള്ള UAEയിലെ മറ്റ് എമിറേറ്റുകളിലേക്കാണ് വിസയ്ക്ക് അപേക്ഷിക്കുന്നതെങ്കിൽ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതേസമയം ദുബായിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ദുബായ് കോർപ്പറേഷൻ ഓഫ് ടൂറിസം ആൻഡ് കൊമേഴ്സ് മാർക്കറ്റിംഗിന്റെ www.visitdubai.com എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ തന്നെ 60 ദിവസം കാലാവധിയുള്ള എൻട്രി പെർമിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇതിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് UAEയിൽ എത്തിയിരിക്കണം. അബുദാബി, ഷാർജ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, അൽ ഐൻ എന്നിവിടങ്ങളിലേക്ക് വരുന്നവർ ഫെഡറൽ അതോറിറ്റി വെബ്സൈറ്റായ https://icp.gov.aയിൽ പ്രവേശിച്ച ശേഷം സ്മാർട്ട് സർവീസസ് ചാനലിൽ പോയി ലോഗിൻ ചെയ്യണം. ഇതിനുശേഷം സ്മാർട്ട് വർക്ക് വിസ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതാണ്. പിന്നാലെ ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത ശേഷം വിസ ഫീസായ 300 ദിർഹം ഓൺലൈനായി അടയ്ക്കണം. അപേക്ഷാ ഫീസാണ് 300 ദിർഹം. വിസയിൽ UAEയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മറ്റ് നടപടിക്രമങ്ങൾക്ക് വേറെ ചിലവുകൾ വരും. ദുബായിലേക്ക് വരുന്നവർക്ക് $287 അഥവാ 1080 ദിർഹമാണ് ഫീസ്. ഈ വിസയിൽ UAEയിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റ് വർക്ക് വിസകളിൽ ചെയ്യുന്നത് പോലെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയനാവുകയും രാജ്യത്തെത്തിയ ശേഷം 60 ദിവസത്തിനുള്ളിൽ റെസിഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കുകയും വേണം. റെസിഡൻസി പെർമിറ്റ് ലഭിക്കുന്നതോടെ വീട് വാടകയ്ക്കെടുക്കാനും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും മക്കളെ സ്കൂളിലേക്ക് അയക്കാനും ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമായി തുടങ്ങുന്നതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.